ഈ വർഷത്തെ വാലന്റൈൻസ് വാരം അതിന്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുകയാണ്. സമ്മാനങ്ങൾ നൽകിയും സ്നേഹങ്ങൾ പങ്കുവച്ചും ആശംസകൾ അറിയിച്ചുമുള്ള വാലന്റൈൻസ് ഡേ ആഘോഷം പൊടിപൊടിക്കുകയാണ്. ഈ ആഘോഷത്തിന്റെ ഇടയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പ്രണയദിനത്തിന് വാലന്റൈൻസ് ഡേ എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന്? അതിന് പിന്നിൽ ഒരു കഥയും ചരിത്രവുമുണ്ട്. ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ യുദ്ധത്തിൽ നിന്ന് ശ്രദ്ധ തിരിയുമെന്ന കാരണത്താൽ സൈനികർക്ക് വിവാഹം വിലക്കിയിരുന്നു. ആ കാലത്ത് പ്രണയിക്കുന്നവരെ ഒന്നിപ്പിക്കാൻ സൈനികർക്ക് രഹസ്യമായി വിവാഹം നടത്തിക്കൊടുത്ത ഒരു പുരോഹിതനായിരുന്നു വാലന്റൈൻ. ഈ വിവരമറിഞ്ഞ ക്ലോഡിയസ് വാലന്റൈനെ ജയിലിലടച്ചു. ജയിലിൽ കിടന്ന കാലയളവിൽ വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി സ്നേഹത്തിലായി. അതറിഞ്ഞ ചക്രവർത്തി വാലന്റൈന്റെ തല വെട്ടാൻ വിധിച്ചു. ഫെബ്രുവരി 14 തല വെട്ടാൻ കൊണ്ടുപോകുന്നതിന് മുൻപ് വാലന്റൈൻ ആ പെൺകുട്ടിക്ക് ഫ്രം യുവർ വാലന്റൈൻ എന്നെഴുതിയ ഒരു കുറിപ്പ് നൽകി. വാലന്റൈന്റെ മരണശേഷം ഫെബ്രുവരി 14 അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമായി ആചരിക്കാൻ തുടങ്ങി. വാലന്റൈൻസ് ദിനം പ്രണയ ദിനമായി ആഘോഷിച്ചു. വാലന്റൈൻസ് ദിനം പ്രണയ ദിനമായി ആഘോഷിച്ചു തുടങ്ങിയത് 14-ാം നൂറ്റാണ്ട് മുതലാണ്. റോമൻ പുരാണങ്ങൾ പ്രകാരം പ്രണയത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ദേവതയായ വീനസിന്റെ മകൻ ക്യൂപിഡിനെ പ്രണയത്തിന്റെ മാലാഖയായി വിശ്വസിച്ചിരുന്നു. പിന്നീട് ക്യൂപിഡ് വാലന്റൈൻസ് ദിനത്തിന്റെ ഒരു ജനപ്രിയ ചിഹ്നമായി മാറി. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ ആശംസകൾ.